Okay, dear students, today we are going to learn about measures of central tendency. നമ്മൾ മീഡിയനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. ഓൾറെഡി നമ്മൾ മീഡിയൻ ബ്രോഡ് ഡേറ്റയ്ക്കും അൺഗ്രൂപ്ഡ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷനും പഠിച്ചതാണ്. സോ ടുഡേ വി ആർ ഗോയിങ് ടു ലേൺ ഫോർ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ. അതിൽ ഗ്രൂപ്ഡ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ്റെ മീഡിയൻ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഗ്രൂപ്ഡ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ആണെങ്കിൽ നമുക്ക് തന്നിരിക്കുന്ന ഡേറ്റ ഇങ്ങനെ ആയിരിക്കും, ക്ലാസ്സസും ഫ്രീക്വൻസിയുമായിട്ടുള്ളതായിരിക്കും. അതിൽ മീൻ കണ്ടുപിടിക്കാൻ നമ്മൾ ഓൾറെഡി ഇപ്പോൾ പഠിച്ചു. അടുത്തത് മീഡിയനാണ് ഇപ്പോൾ പഠിക്കാൻ പോകുന്നത്. ഇപ്പോൾ മീഡിയൻ്റെ കേസ് ഓൾറെഡി അൺഗ്രൂപ്ഡ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷനിൽ പഠിച്ച കാര്യമാണ്. മീഡിയൻ്റെ കേസ് വരുമ്പോൾ നമ്മൾ ആദ്യം കണ്ടുപിടിക്കുന്നത് ഞാൻ എന്തായിരുന്നു, ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കണ്ടുപിടിക്കും. ഓക്കെ, ഫൈൻഡ് ദ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി. ആദ്യത്തെ ഫ്രീക്വൻസി അതുപോലെ എഴുതുക, എന്നിട്ട് കറസ്പോണ്ടിങ് ഫ്രീക്വൻസി ആയിട്ട് ആഡ് ചെയ്ത് പോവുക. 2 + 3 5, 5 + 5 10, 10 + 4 14 + 6 20 + 2 22 + 1 23 + 5 28 + 7 35 + 5 40. So you got the frequency, cumulative frequency കിട്ടി. അതിൽ ലാസ്റ്റ് ഫ്രീക്വൻസി ആയിരിക്കും നമ്മുടെ ടോട്ടൽ ഫ്രീക്വൻസി. ഇത് ആഡ് ചെയ്താലും എത്രയാണ് കിട്ടുന്നത്, 40 ആയിരിക്കും കിട്ടുന്നത്. സോ യുവർ ലാസ്റ്റ് ഫ്രീക്വൻസി വിൽ ബി ഈക്വൽ ടു ദ ടോട്ടൽ ഫ്രീക്വൻസി. അപ്പോൾ നമുക്ക് കിട്ടുന്ന n എന്ന് പറഞ്ഞാൽ ഇസ് ഈക്വൽ ടു 40. അൺഗ്രൂപ്ഡ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷനും കണ്ടതാണ്. നമ്മൾ ആദ്യം ചെയ്യുന്ന എന്താ കണ്ടുപിടിക്കുന്നത്, n/2 കണ്ടുപിടിക്കുക. 40/2 വിച്ച് ഇസ് ഈക്വൽ ടു 20 കിട്ടി. അപ്പം ഈ കേസ് വന്നപ്പം നമുക്ക് 20 ഇവിടെ വരുന്ന ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ഈ ഒരു വാല്യൂ തന്നെ വന്നു. ഓക്കെ, നമുക്ക് അല്ലെങ്കിൽ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഈ വാല്യൂ കണ്ടെയ്ൻ ചെയ്യണം. അപ്പം സപ്പോസ് നമ്മൾ കണ്ടുപിടിച്ചപ്പോൾ കിട്ടിയത് 21 ആയിരുന്നു എന്ന് വെച്ചു. 21 ആണെങ്കിൽ അത് ഇതിൻ്റെ അകത്ത് വരും, 22ൻ്റെ അകത്ത് വരും. ഇവിടെ 20 ഇവിടെ ഓൾറെഡി ആ നമ്പർ ഉണ്ട്. അപ്പോൾ ആ നമ്പർ വരുന്ന ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി വരുന്ന ആ ക്ലാസ് ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് ആദ്യത്തെ കേസ് എന്ന് പറഞ്ഞത്. സോ ഈ ക്ലാസ്സിനെയാണ് നമ്മൾ മീഡിയൻ ക്ലാസ് എന്ന് പറയുന്നത്. ദിസ് ഇസ് നോൺ ആസ് ദ മീഡിയൻ ക്ലാസ്. ഇനി നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഫോർമുലയിൽ ഈ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പം ഇവിടെ മീഡിയൻ കണ്ടുപിടിക്കാനുള്ള ഫോർമുല പഠിച്ചു വെക്കണം. L + n/2 മൈനസ് ക്യാപിറ്റൽ F ഡിവൈഡ് ബൈ സ്മോൾ f ഇൻറ്റു I. ഇനി ഇതെല്ലാം എന്താണെന്ന് പറയാം. L എന്ന് പറഞ്ഞാൽ lower limit of the median class. L is the lower limit of the median class. അപ്പോൾ നോട്ടിൽ അത് ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഫോർമുല പഠിക്കുമ്പോൾ അത് നോട്ടോടെ എടുത്ത് വെച്ച് നോക്കുക കേട്ടോ. L എന്ന് പറഞ്ഞാൽ ലോവർ ലിമിറ്റ് ഓഫ് ദ മീഡിയൻ ക്ലാസ്. നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്ത മീഡിയൻ ക്ലാസ് എന്തോ 40 to 50. സോ ദ ലോവർ ലിമിറ്റ് ഓഫ് ദ മീഡിയൻ ക്ലാസ് L എന്ന് പറഞ്ഞാൽ ഈ കേസിൽ വരുമ്പോൾ ആൻസർ ഇസ് 40. ഇനി n/2 ഓൾറെഡി കണ്ടുപിടിച്ച് 20 ആണ് നമ്മൾ. ഇനി ക്യാപിറ്റൽ F എന്ന് പറഞ്ഞാൽ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എബവ് ദ മീഡിയൻ ക്ലാസ്. മീഡിയൻ ക്ലാസ് ഇതാണ്, ഇതിന് മുകളിലുള്ള ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി. അപ്പം എന്താ, F ഇസ് ഈക്വൽ ടു 14 എന്ന് വരും. ഇനി സ്മോൾ f എന്ന് പറഞ്ഞാൽ ഫ്രീക്വൻസി ഓഫ് ദ മീഡിയൻ ക്ലാസ്. ഇതെന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ F ക്യുമുലേറ്റീവ് വലുതെന്നുള്ള രീതിയിൽ ഓർക്കുക, അതിൻ്റെ മുകളിൽ വരുന്നത്. സ്മോൾ f എന്ന് പറഞ്ഞാൽ ഫ്രീക്വൻസി ഓഫ് ദ മീഡിയൻ ക്ലാസ്. F ഇസ് ഈക്വൽ ടു 6. I എന്ന് പറഞ്ഞാൽ ക്ലാസ് ഇൻ്റർവെൽ ആണ്, അല്ലെങ്കിൽ ക്ലാസ്സിൻ്റെ ലെങ്ത് ആണ്. 40 to 50. ഇവിടെ എല്ലാത്തിൻ്റെയും ലെങ്ത് എത്രയാണ്, 10 ആണ് വരുന്നത്. ഈക്വൽ ആണ് ഇവിടെ എല്ലാം ലെങ്ത് എന്ന് പറഞ്ഞത്. സോ I ഇസ് ഈക്വൽ ടു 10 എന്ന്. അപ്പം നമുക്ക് ഈ വാല്യൂസ് ഈ ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ 40 പ്ലസ് n/2 is 20 മൈനസ് 14 ഡിവൈഡ് ബൈ 6 ഇൻറ്റു 10. ഇവിടെയും ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്നാണ്, ഇത്രയും ഭാഗം ചെയ്ത് തീർത്തിട്ട് ഈ 40യുടെ കൂടെ ഇത് ആഡ് ചെയ്യാവുള്ളൂ. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. 40 പ്ലസ് 20 മൈനസ് 14 എത്ര കിട്ടും, 6 എന്ന് തന്നെ കിട്ടും. 6/6 ഇൻറ്റു 10. അപ്പോൾ 6ഉം 6ഉം ക്യാൻസലായിപ്പോയി. എന്ത് കിട്ടും, 40 പ്ലസ് 10 വിച്ച് ഇസ് ഈക്വൽ ടു 15 കിട്ടും. സോ യുവർ മീഡിയൻ ഇസ് 50. അപ്പോൾ ഇതാണ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷനിൽ മീഡിയൻ കണ്ടുപിടിക്കുന്നത്. ഗ്രൂപ്പ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ആണെങ്കിൽ മീഡിയൻ കണ്ടുപിടിക്കാൻ ആദ്യം ചെയ്യേണ്ട ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എഴുതുക. ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എഴുതിയിട്ട് അതിൻ്റെ ലാസ്റ്റ് വാല്യൂ എന്തിന് ഈക്വൽ ആയിരിക്കും, ടോട്ടൽ ഫ്രീക്വൻസി ഈക്വൽ ആയിരിക്കും. സോ യുവർ n ക്യാപിറ്റൽ N ഇസ് 40.
എന്നിട്ട് മീഡിയൻ എന്ന് പറഞ്ഞാൽ മിഡിൽ വാല്യൂ ആണ്. അപ്പം മിഡിൽ എന്ന് പറഞ്ഞാൽ പകുതി. സോ യു ടേക്ക് n/2, എൻ്റെ പകുതി എടുക്കുന്നു, 40/2 20 കിട്ടി. ഈ 20 വരുന്ന ക്യൂമുലേറ്റീവ് ഫ്രീക്വൻസി ഏതാണെന്ന് നോക്കി. ഇവിടെ ഇപ്പോൾ 20 ഉണ്ട്. നമുക്ക് സപ്പോസ് 13 ആണ് കിട്ടിയെങ്കിൽ 13 ഇൻക്ലൂഡ് ചെയ്യുന്ന എവിടെയാണ് 14. അപ്പോൾ ആ ക്ലാസ് ഐഡൻറ്റിഫൈ ചെയ്യും. ഇവിടെ 20 ഉള്ളതുകൊണ്ട് ആ ക്ലാസ് വരുന്നത്, ഈ ക്ലാസ്സിൽ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്ത്. ഈ ഫോർമുല കാണാതെ പഠിക്കണം. മീഡിയൻ ഇസ് ഈക്വൽ ടു L പ്ലസ് n/2 മൈനസ് f/f ഇൻറ്റു I. ഇത് ബുക്കിലൊക്കെ വേറെ രീതിയിലായിരിക്കും ചിലപ്പം. ഇത് നമ്മളിനി ക്വാർട്ടൈൽ ഡീവിയേഷനൊക്കെ കൂടെ പഠിച്ചു കഴിയുമ്പോൾ മനസ്സിലാവും. മീഡിയൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എ സെക്കൻഡ് ക്വാർട്ടൈൽ. അപ്പോൾ L2 I2 എന്നൊക്കെ കാണും. ഓക്കെ, ഞാൻ നിങ്ങൾക്ക് പഠിക്കാൻ എളുപ്പത്തിന് വേണ്ടി കോമൺ ആയിട്ട് L എന്നുള്ള ലോവർ ലിമിറ്റ് ഓഫ് ദ മീഡിയൻ ക്ലാസ്, n/2 മീഡിയൻ മിഡിൽ വാല്യൂ ആയതുകൊണ്ട് n/2 മൈനസ് ക്യാപിറ്റൽ F എന്ന് പറഞ്ഞാൽ എപ്പോഴും ആ ക്ലാസ്സിന് മുകളിൽ വരുന്ന ക്യൂമുലേറ്റീവ് ഫ്രീക്വൻസി, സ്മോൾ f എന്ന് പറഞ്ഞാൽ ഫ്രീക്വൻസി ഓഫ് ദ ക്ലാസ്, ആ ക്ലാസ്സിൻ്റെ ഫ്രീക്വൻസി, ആൻഡ് ഇൻറ്റു I എന്ന് പറഞ്ഞാൽ ക്ലാസ്സിൻ്റെ ലെങ്ത്. ഇപ്പോൾ ഇവിടെ ആ Lൻ്റെ വാല്യൂസ് എഴുതി 40, 14, 6, 10 എന്ന് എഴുതിയിട്ടുണ്ട്. ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 15. കാൽക്കുലേഷൻ ചെയ്യുമ്പോൾ പ്രത്യേകം ഓർക്കേണ്ടതെന്ന് ഈ 40 അല്ലെങ്കിൽ L പ്ലസ് ആ പോർഷൻ ലാസ്റ്റ് ആഡ് ചെയ്യാവുള്ളൂ. ഇത് ഇത്രയും സിംപ്ലിഫൈ ചെയ്തതിന് ശേഷം മാത്രമേ ഇത് ആഡ് ചെയ്യാവുള്ളൂ. ഓക്കെ, സോ ദാറ്റ് ഈസ് ഫൈൻഡിങ് ദ മീഡിയൻ ഫോർ എ ഗ്രൂപ്പ്ഡ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ. താങ്ക് യു.